സമയം ഒരുപാട് വൈകിട്ടുണ്ട്, കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരള പ്രവാസി സംഘത്തിന്റെ മുഴുവൻ സമ്മേളനങ്ങളും ഈ ഒരു വർഷം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നേരത്തെ സംസാരിച്ചിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കും കടക്കുന്നില്ല. നമ്മൾ പ്രവാസികൾ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഏകദേശം 10-30 ലക്ഷത്തോളം വരുന്ന മനുഷ്യരുടെയും തിരിച്ചു വന്നിട്ടുള്ള അത്രത്തോളം മനുഷ്യരുടെയും കേരളത്തിൽ നിന്ന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കുന്ന ഏകദേശം ഒരു 50,000-ത്തിലധികം വരുന്ന മനുഷ്യർ അവരുടെ ആകെ അവകാശങ്ങളെ അജണ്ടയായി ഏറ്റെടുത്തുകൊണ്ട് സമരരംഗത്തിറങ്ങുന്ന ഒരു സമര സംഘടനയായിട്ടാണ് കഴിഞ്ഞ 23 വർഷമായി ഈ സാംസ്കാരിക കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നാം ഉയർത്തിയ നിരവധി ആവശ്യങ്ങളാണ്. എന്നാൽ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് യൂണിയൻ ഗവൺമെന്റ് ആണ്. നാളിതുവരെ യൂണിയൻ ഗവൺമെന്റ്, ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും നമുക്ക് വേണ്ട ഒരു ആനുകൂല്യവും തന്നിട്ടില്ല എന്നുള്ളത് നാം ഈ സമ്മേളനങ്ങളിൽ കണ്ടുപോകേണ്ടതാണ്. വലിയ സമരങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ നാം ഏറ്റെടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക അംബാസഡർമാരാണ് പ്രവാസികൾ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുമ്പോഴും രാജ്യത്തിന്റെ ഖജനാവിന് എമിഗ്രേഷൻ ക്ലിയറൻസിന്റെ ഒക്കെ ഫണ്ട് കോടിക്കണക്കിന് രൂപ ഇരിക്കുമ്പോഴും ഒരുപാട് കാലം അവിടെ അധ്വാനിച്ച മനുഷ്യൻ പല ഘട്ടങ്ങളിലും നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ, അവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചില്ല എന്നുള്ളത് നാം കാണേണ്ടതാണ്. RSS നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിലെ പ്രവാസത്തിന്റെ ഒഴുക്കിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കേരളമാണ് ഒരു തുരുത്തി മാത്രം ഒരു ബാക്കിയായിട്ടുള്ളത്. ആ തുരുത്ത് ഇങ്ങനെ പ്രചരിച്ചു നിൽക്കുന്നത് പ്രവാസത്തിന്റെ ബലം കൊണ്ടാണ്. പ്രവാസികള് വിവിധ രാജ്യങ്ങളിൽ പോയി ഈ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ ഭാഗമായിട്ട് നാളിതുവരെ ഈ കേരളത്തിലുണ്ടായിട്ടുള്ള പുരോഗമന ഗവൺമെന്റുകൾ ദീർഘവീക്ഷണത്തോടെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളും നാം കൊടുക്കുന്ന സംഭാവനയും നാം ഉയർത്തിക്കൊണ്ടുവരുന്ന മതനിരപേക്ഷയുമാണ് RSS എന്ന് പറയുന്ന സംഘത്തിന് ഈ കേരളത്തില് ഒരുപാട് യൂണിറ്റുകളും ശാഖകളും ഉണ്ടായിട്ട് പോലും അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്തത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രവാസത്തിന്റെ കഴുത്ത് നെരിക്കുക, അതില്ലാതാക്കുക എന്ന രാഷ്ട്രീയമാണ് RSSനുള്ളത്. ആ രാഷ്ട്രീയത്തിനെതിരെ നാം ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ 23 വർഷമായിട്ട് പ്രവാസി സംഘം നാം ചെറുതും വലുതുമായ നിരവധി സമരങ്ങളാണ് കേന്ദ്രത്തിനെതിരെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ വിമാനത്താവളങ്ങൾ ഒന്നൊന്നായി വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. സീസൺ സമയങ്ങളിൽ 15,000 അല്ലെങ്കിൽ 20,000 പിന്നെ ടിക്കറ്റ് ചാർജ് ഉള്ളത് 45,000 50,000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ പ്രവാസത്തിലേക്കുള്ള ഒഴുക്കിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ RSSന്റെ ഏറ്റവും അവരുടെ ഗവേഷണത്തെ ഒളിച്ചു മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് അവസാനത്തെ പ്രവാസിയെയും ഈ മൂവർണ്ണക്കൊടിക്കയിൽ അണിനിരത്തുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഈ വർത്തമാന കാലത്ത് നാം ഏറ്റെടുക്കേണ്ടത്. അതാണ് ഞാനും നിങ്ങളും നമ്മുടെ നമ്മളുടെ സ്ഥാനമാനങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ നിലകളുടെ അഹങ്കാരം മാറ്റിവെച്ച് അതിന്റെ മേലെങ്കിൽ മാറ്റിവെച്ച് നാം അധിവസിക്കുന്ന പരിസരത്ത്, നാം ജീവിക്കുന്ന പരിസരത്ത് 5 ആളുള്ളൂവെങ്കിൽ 5 പ്രവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂണിറ്റ് രൂപീകരിച്ച് അവരെ പ്രവാസത്തിന്റെ രാഷ്ട്രീയം പഠിപ്പിച്ചു കൊടുത്ത് പ്രവാസത്തിന്റെ ഈ ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ അർഹരായ മുഴുവൻ ആളുകളുടെയും കൈകളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്.